നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, ഈ വ്യക്തി നിങ്ങളോട് നുണയാണോ പറയുന്നത്? നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ റീഡിംഗ് കാണുന്നത്. അപ്പൊ ഈ വ്യക്തി നിങ്ങളോട് നുണയാണോ പറയുന്നത് നമുക്ക് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. ഇനിയിപ്പോ എത്ര പേർക്ക് റെസനേറ്റ് ചെയ്താലും, എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോ നമുക്ക് ഓറക്കൽ മെസ്സേജിലേക്ക് പോകാം. ഓം നമഃ ശിവായ. 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 ഭഗവാനെ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. രണ്ട് കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഡിസ്ട്രോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡും, രണ്ടാമത്തെ കാർഡ് എല്ലാവരെയും പോസിറ്റീവായിട്ട്, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണാനും എല്ലാവരോടും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേജർ ചേഞ്ച് ആണ്, ഒരു വലിയൊരു ആപത്താണ് വരാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വരുത്തണം നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണണമെന്നും പറയുന്നു. രണ്ട് കാർഡുകളാണ് വന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഈ നുണ പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ ആള്, ഈ വ്യക്തി എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ്? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ്? നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് കാണിക്കുന്നത്. ഈ വ്യക്തി ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോ ഈ വ്യക്തി ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. സ്റ്റെബിലിറ്റി ഉള്ളവരാണ്, വളരെ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നവരാണ്, സ്റ്റെബിലിറ്റി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണം. ജോലിയിലാണെങ്കിലും പെർമനന്റ് ആയിരിക്കണം, പിന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും പെർമനന്റ് ആയിരിക്കണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ എർത്ത് സൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ചില എർത്ത് സൈൻസ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് എർത്ത് സൈൻസ്. ഇതിൽ ചില എർത്ത് സൈൻസ് നല്ലവണ്ണം നുണ പറയുന്നവരാണ്. എല്ലാവരുമല്ല, ചിലർ നല്ലവണ്ണം നുണ പറയുന്നത്. കാരണം അവരുടെ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടി നുണ പറയാൻ മടിയില്ലാത്തവരാണ് ചിലര്. അതുപോലെ തന്നെ അവര് ആവശ്യമില്ലാതെ നുണ പറയുന്നവരാണ്. ഇവർക്ക് മെയിൻ കാര്യം, ഇവര് നുണ പറയുന്ന ചിലര്, എല്ലാവരും അല്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരാള് നമ്മൾ ശാഠ്യം പിടിക്കും, എനിക്ക് ഇപ്പൊ മറുപടി വേണം എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തു പറയണം എന്ന് അറിയില്ല. അപ്പൊ ഇവരുടെ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടി ഇവരൊരു നുണ പറയും. അങ്ങനെയാണ് മിക്കവാറും ഇവർ നുണ പറയുക. ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒഴിവാകാൻ വേണ്ടിയും അവർ നുണ പറയും കേട്ടോ. അങ്ങനെ നുണ പറയുന്നവരാണ് ഇവർ. അതുപോലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഇവർ നുണ പറയും. അപ്പോ അങ്ങനെയുള്ള സ്വഭാവമുള്ള ചിലരാണ് ഇവരെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ പോസിറ്റീവ് സ്വഭാവം എന്ന് വെച്ചാല് ആൾക്കാരെ സഹായിക്കാൻ നല്ലവരാണ്, അവരെ സ്നേഹിക്കുന്നവരെ, അവരുടെ ബന്ധുക്കളെ ഇവർ ഒരിക്കലും കൈവെടിയില്ല. അവർക്ക് വേണ്ടി ഇവര് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇവര് പൈസ ഉണ്ടാക്കാനും അതെങ്ങനെ ചെലവാക്കണം എന്ന് അറിയുന്നവരുമാണ് ഇവര്. പൈസ നല്ലവണ്ണം ഉണ്ടാക്കാൻ അറിയുന്നവരാണ്, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും മടിയില്ലാത്തവരാണ്. അപ്പൊ ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഇത് മൂന്നും സോഡിയാക് സൈൻസ് എർത്ത് സൈൻസ് ആണെങ്കിലും 3 പേർക്കും സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ ഇവര് 3 പേരും വളരെ സ്റ്റബേൺ ആയിരിക്കും. ഒരു കാര്യത്തിൽ മനസ്സ് വെച്ചാൽ അത് നേടിയെടുക്കാനുള്ള, അത് കുത്തിയിരുന്ന് വർക്ക് ചെയ്ത് നേടിയെടുക്കാൻ, അത് വേർത്ത് ആണെന്ന് ഇവർക്ക് തോന്നിയാലും അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവരാണ്. അങ്ങനത്തെയാണ് ഇവരുടെ സ്വഭാവം. ഇതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ നമ്മള് ക്യാരക്ടർ ചോദിച്ചപ്പോ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ക്യാരക്ടർ വന്നത്? ഇപ്പൊ ഇനി നൈറ്റ് ഓഫ് പെന്റക്കിൾസ് റിലേഷൻഷിപ്പിന്റെ ഇതാണെങ്കിൽ ഈ വ്യക്തി എന്താ ചെയ്യാന്ന് വെച്ചാല് വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ്
മൂവ് ചെയ്യുക. വളരെ സ്ലോ ആയിട്ട്, വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു നൈറ്റ് ആണിത്. വളരെ സ്ലോ ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് എടുത്തോ പിടിച്ചോന്ന് കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ഒരാളുടെ കൂടെ പോയാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വട്ടുപിടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു പിരിയും. അങ്ങനത്തെ ഒരു ഇതാണ്. വളരെ ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇവരുടെ കൂടെ റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് പെന്റക്കിൾസും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ്, അല്ലെങ്കിൽ ഇതിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ, റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, ഈ ഒരു സിറ്റുവേഷനിൽ വ്യക്തി പൈസ ഇറക്കാനും റെഡിയല്ല, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും റെഡിയല്ല എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി സെറ്റിൽ ആവാൻ റെഡി അല്ല എന്നാണ്. ഇത് മൊത്തം എർത്ത് സൈൻ ആണ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനും റെഡിയല്ല. ഇവിടെ ലോങ് ടേം പ്ലാൻ ഒന്നും ഈ വ്യക്തി ചെയ്തിട്ടില്ല. ഇനി പോകുന്ന വഴിക്ക് ഓക്കെ, മുമ്പോട്ട് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നാലായി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വ്യക്തിക്ക് ഒരാളെ ഇഷ്ടമായി, അല്ലെങ്കിൽ ഒരു കല്യാണാലോചന വന്നു, അല്ലെങ്കിൽ ഒരു ജോലി ഈ വ്യക്തിക്ക് ഓഫർ ചെയ്തു ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസിന്റെ ഓഫർ, ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഓഫർ ഈ വ്യക്തിക്ക് കൊടുത്താലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിങ്ങൾ പറയുന്നതെല്ലാം ക്ഷമയോടെ കേൾക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വൈസ് തരും, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, പൈസ കൊണ്ടും സഹായിക്കും. പക്ഷേ ഒരു ലോങ് ടേം പ്ലാൻ ഈ വ്യക്തി തൽക്കാലത്തേക്ക് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാത്ത സ്ഥിതിക്ക് ഈ വ്യക്തി ഇതിനകത്ത് ഇൻവെസ്റ്റും ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് ചിലപ്പോ പൈസ, അത്യാവശ്യത്തിന് വേണ്ട പൈസ തന്ന് സഹായിക്കുമായിരിക്കും, പക്ഷെ ലോങ് ടേം ആയിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ കാർഡ്സ് വരുന്നത് നോക്കാം. മൂന്നോ നാലോ കാർഡ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ എന്നല്ല, പൊതുവെയുള്ള ഒരു ഫീലിങ്സ് എന്താണ്, നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ നല്ല പിടിപ്പുള്ള ആളാണെന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ കയറിയാൽ നിങ്ങൾ അത് മുറുക്ക പിടിക്കും, ആ റിലേഷൻഷിപ്പ് നിങ്ങൾ വിട്ട് കളയില്ല എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങള് ഇത് ഈ ഒരു പിടിക്കല് അത് എന്താ പറയാ, സ്നേഹം കൊണ്ട് പിടിക്കുന്നതല്ല, നിങ്ങളെ ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഈ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കയറി കഴിഞ്ഞാല് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വിടില്ല, നിങ്ങൾ പിടിച്ചു വെക്കാൻ നോക്കും എന്നൊരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം പിശുക്കുള്ള ആള്, പൈസ ഇറക്കി കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, പൈസ ഇറക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഈ പൈസ ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഓസ് നോക്കും, എന്നുവെച്ചാല് മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് എന്നും കൂടി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തി സ്വന്തം പൈസക്ക് വളരെയധികം വില കൊടുക്കുന്ന ഒരാളാണ്, അനാവശ്യമായിട്ട് പൈസ ചെലവാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പൊ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പൈസ ഇറക്കാൻ ഈ വ്യക്തിക്ക് മടിയാവും. അപ്പോ അതൊരു കാര്യമാണ്, ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ വ്യക്തിയെക്കാളും മുതിർന്ന പ്രായമുള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, കുട്ടികളുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോ ഭർത്താവുമായിട്ടോ ഭാര്യയായിട്ടോ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരാള്, അതല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മരിച്ച ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾക്ക് കുട്ടികളുണ്ട്, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോ ഒരാള് മാരീഡ് അല്ല, ഒരാള് മാരീഡ് ആണ്, അങ്ങനത്തെ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോ വളരെയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോ ചിലര് വളരെ ആദർശമുള്ളവരാണെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് അവർ തീരുമാനം എടുക്കും. ചിലര് എല്ലാവരെയും പ്രീതിപ്പെടുത്തണം, നമ്മൾ ഒരാളെ ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് സഹതാപം തോന്നി, പിന്നെ അത് സ്നേഹത്തിലേക്ക് വളർന്നതാവുമ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതിനെയെല്ലാം തരണം ചെയ്ത് വിവാഹം നടക്കണം. അങ്ങനെ മൈൻഡ് ഉള്ളവർ വളരെ കുറവാണ്. അപ്പൊ ഈ വ്യക്തി അങ്ങനെ മൈൻഡുള്ള ഒരാളല്ല. ഈ വ്യക്തി വളരെ പ്രാക്ടിക്കൽ ആണ്. ഈ വ്യക്തിക്ക് എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന, പാരന്റ്സിന്റെ ആണെങ്കിലും ബന്ധുക്കളുടെ ആണെങ്കിലും
ഫ്രണ്ട്സിന്റെ ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും എല്ലാവരുടെ അനുഗ്രഹം വേണമെന്നുള്ള ആളാവുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയില് ആ വ്യക്തി സീരിയസ് ആവാൻ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ വ്യക്തി ഈ ബന്ധം ഇങ്ങനെ ഓക്കെ അവിടെ ഇരിക്കട്ടെ എന്ന മട്ടില് കമ്മിറ്റ്മെന്റ് തരാതെ മുമ്പോട്ട് പോകുന്നത്. പിന്നെ അതുമല്ല ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, കൂടുതൽ അറിയാതെ ഞാൻ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ഒരു യെസ് ഓർ നോ പറയുക എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് നിങ്ങളോട്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ പ്രായത്തില് മുതിർന്ന ഒരു സ്ത്രീയും പ്രായത്തില് ചെറിയ ഒരു പുരുഷനുമായിട്ട് ബന്ധം വരുമ്പോ അതിപ്പോ തിരിച്ചാണെങ്കിലും മുതിർന്ന ആള് പ്രായം കുറഞ്ഞ ആളെ അത്ര അധികം റെസ്പെക്ട് കൊടുക്കില്ല. അതുപോലെ തന്നെ അവരുടെ വാക്കിന്, കാരണം അവർക്ക് എക്സ്പീരിയൻസ് കുറവാണ് എന്നൊരു ചിന്ത വരും. അപ്പൊ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് വരും. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈൻഡും കൂടെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഈ വ്യക്തി ചിലപ്പോൾ അൺമാരീഡ് ആയിരിക്കാം, നിങ്ങൾ പക്ഷെ മാരീഡ് ആയ ഒരു എനർജി ആയിരിക്കാം. എന്തായാലും ഈ വ്യക്തി, അതുപോലെ തന്നെ ഈ വ്യക്തി പറയുന്നത് ഇവിടെ ഒരു നൈറ്റിനെയും കൂടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോറടിക്കുന്ന ആളാണ്, ഒരു സ്ഥിരതയില്ലാത്ത ഒരാളാണ്. പെട്ടെന്ന് ഒരാളെ കണ്ട് എനിക്ക് ഇഷ്ടമായി, നമുക്ക് നാളെ കല്യാണം കഴിക്കാൻ പോകാം എന്ന് പറയുന്നവരെ ഇവർക്ക് ഭയങ്കര ഡൗട്ടാണ്. ഇത് അങ്ങനെ അല്ലല്ലോ, ഒരു തീരുമാനം എടുക്കാണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവണം. എങ്ങനെയാണ്? നമ്മൾ എല്ലാ കാര്യവും അറിയണ്ടേ? കാരണം ഒരു ഫ്യൂച്ചർ വേണമെങ്കിൽ നമ്മൾ എല്ലാ വശവും നോക്കിയിട്ടല്ലേ തീരുമാനം എടുക്കുക. ഇവരങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന ആളാവുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമായി, നാളെ വേറൊരാൾ ഇവരെ ബോറടിച്ചു കഴിയുമ്പോൾ നാളെ വേറൊരാൾ വരുമ്പോ നിങ്ങൾ അവരുടെ പുറകെ പോകില്ലേ എന്നാണ് ഈ വ്യക്തി സംശയിക്കുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ച് പൊതുവെ ഇവർക്ക് അത്ര വലിയ ഒരു വിശ്വാസക്കുറവുണ്ട്. ഇവർക്ക് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയിൽ ഒരു വിശ്വാസക്കുറവുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, ലിബ്ര, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇവിടെ വരാത്തത് എയർ സൈൻ മാത്രമാണ്, ബാക്കി എല്ലാവരും കൂടെ കൂട്ടുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇവര് നിങ്ങളോട് നുണ പറയുന്നതാണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് പല കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നുണയാണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് ഇവര് നുണ പറയുന്നുണ്ടോ ആണ് നമ്മൾ നോക്കുന്നത്. ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളോട് ചില കാര്യങ്ങൾ ഇവർ നുണ പറയുന്നുണ്ട്. എല്ലാ കാര്യവും നുണയല്ല പറയുന്നത്, ചില കാര്യങ്ങളിൽ ഇവർ നുണ പറയുന്നുണ്ട്. ഇവർക്ക് ഓൾറെഡി ഒരു ഫാമിലി ഉണ്ടെന്നാണ്. ഫാമിലി ഇല്ലെങ്കിൽ ഇവരൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ. അപ്പൊ അത് നിങ്ങളെ അറിയിക്കാതിരിക്കുകയാണ് ഇവര്. മാരീഡ് ആയിരിക്കാൻ വഴിയില്ല, പക്ഷെ കമ്മിറ്റഡ് ആയ ഒരു എനർജിയാണ് ഇതെന്നാണ് പറയുന്നത്. കമ്മിറ്റഡ് ആയ എനർജി മാത്രമല്ല, ഇവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വ്യക്തിയും വ്യക്തിയുടെ പാർട്ട്ണറുമായിട്ടൊരു പ്രശ്നമുണ്ട്. അത് പക്ഷെ ഈ വ്യക്തി പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. നിങ്ങൾ പക്ഷെ വിചാരിക്കുന്നുണ്ടാവും ആ പാർട്ട്ണർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കൂടെ വരുമെന്ന്. പക്ഷെ ഇവരുടെ പ്ലാൻ, ഇവര് നിങ്ങളോട് സത്യം മറച്ചു വെക്കുകയാണ്. നുണ പറയുന്നതിൽ കൂടുതൽ ഇവര് സത്യം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നുവെച്ചാല് നമുക്ക് രണ്ടു തരത്തില് കാര്യങ്ങൾ ഒളിച്ചു വെക്കാം. ഒരു കാര്യം, ഒരെണ്ണം നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സത്യമല്ലാത്ത കാര്യം പറയുക, മറ്റത് സത്യം പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക. നിങ്ങളുടെ ചോദ്യത്തിനെ ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനത്തെ സത്യം മറച്ചു വെക്കുന്ന ഒരു എനർജിയാണ്. നുണയേക്കാൾ കൂടുതൽ സത്യം മറച്ചു വെക്കുന്ന ഒരു എനർജിയാണ് എന്നാണ് പറയുന്നത്. അക്വയറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ട്, അതല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ തന്നെ ഈ വ്യക്തിക്ക് ഒരു കുഞ്ഞുമുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഈ വ്യക്തി വളരെ സീരിയസ് ആണ്. പക്ഷെ അവരെ ഇതുവരെ വിവാഹം, അപ്പൊ ഇതൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ആയിരിക്കാം ഈ വ്യക്തി ഇപ്പോ. ഒരു അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ വ്യക്തി, നിങ്ങൾ വിചാരിക്കും നിങ്ങളെ വിവാഹം കഴിക്കുമെന്ന്, പോസിബിൾ അല്ല. ഇവര് അവരുടെ പുറകെ തന്നെയാണ് പോകാൻ പോകുന്നത്. കാരണം അവിടെ ഒരു കുട്ടിയുണ്ട്, കുട്ടിയുടെ ഉത്തരവാദിത്തം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് ഈ വ്യക്തിക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് പിന്നെ അതുമല്ല, നിങ്ങൾ സംസാരിച്ചാല് നിങ്ങൾ ഇവരുടെ പാർട്ട്ണറോട് ചെന്ന് സംസാരിക്കും, എല്ലാം നാട്ടിലെ പാട്ടാവുമെന്ന് പേടിക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇവര് നിങ്ങളോട് സത്യം മറച്ചു വെക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തി ആ പാർട്ട്ണറിന്റെ കൂടെ പോകില്ല എന്നാണ്. പക്ഷെ ഇവര് പോകും. ഇവിടെ മദർ ഓഫ് കപ്സ്, ഇവരുടെ പാർട്ട്ണർ ഇവരെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. ഈ വ്യക്തി ഡിസിഷൻ എടുക്കാനുള്ള ഒരു താമസമാണ്, പക്ഷെ അവസാനം ഈ വ്യക്തി അവരുടെ കൂടെ തന്നെ പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ സത്യം പറയുന്നില്ലെങ്കിൽ, നുണ പറയുക എന്നതിൽ കൂടുതൽ സത്യം പറയാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളോട് അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറയുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ചോദ്യം ചെയ്താലേ ഇറങ്ങി പോകുമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക്
കാര്യമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖം തരാതിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി. വ്യക്തി തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് തൽക്കാലത്തേക്ക്. പക്ഷെ അവസാനം ഈ വ്യക്തി അവരുടെ കൂടെ തന്നെ പോകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.